നമസ്തേ. ഏപ്രിൽ 27 മഹാനായ ടി.കെ. മാധവന്റെ സ്മൃതി ദിനം. ഇത്തവണത്തെ ഈ സ്മൃതി ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഏറ്റവും അധികം നമ്മൾ മാധവൻ അവരുടെ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. നമുക്കറിയാം, ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രത്തെ മനുഷ്യ മനസ്സുകളിൽ നിന്ന് നീക്കം ചെയ്യുന്ന ദുഷ്ടലാക്കുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന ഈ ലോകത്ത് ടി.കെ. മാധവൻ എന്ന് പറഞ്ഞ മഹാപ്രതിഭയുടെ കേരളീയ സമൂഹത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള അതുല്യമായ സംഭാവനകളെ തിരിച്ചറിയുവാൻ പറ്റാത്ത പുതിയ തലമുറയാണ് കേരളത്തിലുള്ളത്. നമ്മൾ ടി.കെ. മാധവനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ആ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വൈക്കത്തെ രണ്ടാമത്തെ സമരമായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹം എന്ന് 1924 ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ള തിരിച്ചറിവ് ഓരോ മലയാളികൾക്കും നമുക്ക് വേണം. കാരണം എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാരണം, എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ മൂലകാരണം എന്ന് നോക്കിയാൽ, കേരളീയ മനസ്സില് ജാതി മതങ്ങൾക്ക് അതീതമായിട്ട് വിഗ്രഹപ്രതിഷ്ഠ നേടിയിരുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുവിനെ ജാതിഭ്രാന്തന്മാര് വൈക്കം ക്ഷേത്രത്തിന്റെ പൊതു നിരത്തിൽ വെച്ച് തടഞ്ഞതാണ് ടി.കെ. മാധവൻ എന്ന് പറഞ്ഞ ഗുരുഭക്തന്റെ ഹൃദയത്തെ അത് വേദനിപ്പിക്കുകയും അത് പിൽക്കാലത്ത് വൈക്കം സത്യാഗ്രഹം എന്നുള്ള പേരിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സത്യാഗ്രഹ സമരവുമായി മാറി എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ ഒരു ദൗർഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള ഇ.വി. രാമസ്വാമി നായ്ക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സത്യാഗ്രഹത്തിന് പിന്തുണയുമായിട്ട് വരികയും ആ സത്യാഗ്രഹത്തിന്റെ രണഭൂമിയിൽ ഒട്ടനവധി പീഡാനുഭവങ്ങള് ജാതി മതങ്ങൾക്കതീതമായിട്ട് നിലവിലുണ്ടായിരുന്ന മനുഷ്യ മനസ്സാക്ഷിയോട് അനുഭാവമുള്ള എല്ലാ ആളുകളും സംയുക്തമായിട്ട് മന്നത്ത് ഉൾപ്പെടെയുള്ള ആളുകളിന് പിന്തുണ നൽകി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നാം കാണുന്നത്, വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി എത്തിയ തമിഴ്നാട്ടിലെ ഇ.വി. രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്. ഇപ്പോ നമ്മൾ കാണുന്നത്, ഇത് ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ മനസ്സിൽ വിരിഞ്ഞ ആശയം എന്നുള്ള തരത്തിലാണ് തമിഴ്നാട് ഗവൺമെന്റും അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആളുകളും ഇപ്പോൾ അത്തരത്തിൽ ആ ചരിത്ര സംഭവത്തെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പോകുന്നത്. നമ്മളൊരിക്കലും ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പിന്തുണയും അദ്ദേഹം അനുവർത്തിക്കുന്ന സാമൂഹികമായിട്ടുള്ള ഉച്ചനീചങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തെയൊന്നും വില കുറച്ച് കാണുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ വൈക്കം സത്യാഗ്രഹം ഉണ്ടാവാനായിട്ടുള്ള കാരണം ശ്രീനാരായണ ഗുരുദേവനെ തടഞ്ഞതും അതോടൊപ്പം തന്നെ ഗുരുഭക്തനായിട്ടുള്ള ടി.കെ. മാധവന്റെ ഉജ്ജ്വലമായ നേതൃത്വവുമാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ടി.കെ. മാധവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ തിരുവിതാംകൂറും കൊച്ചിയും ബ്രിട്ടീഷ് മലബാറും ആയിരിക്കുന്ന കാലഘട്ടത്തില് നമുക്കറിയാം, കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ഏറ്റവും ധനാഢ്യരായിരുന്നിട്ടുള്ള ഈ കോമലെഴുത്ത് കുടുംബത്തിൽ കേശവൻ ചാന്നാന്റെ മകനായിട്ട് സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷെ ഗുരുവിന്റെ തത്വദർശനങ്ങൾ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി എല്ലാം മറന്നുകൊണ്ട് ഇവിടുത്തെ ജാതി കോമരങ്ങൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനം ഒട്ടനവധി കാലങ്ങളായിട്ട് ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയെങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം, കാക്കനാട കോൺഗ്രസിൽ വെച്ച് ടി.കെ. മാധവൻ മഹാത്മാഗാന്ധിയുടെ മുമ്പിൽ ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പിന്തുണയില്ലാതെ കണ്ട് ഒരു കാരണവശാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വിജയിക്കില്ല എന്നുള്ള സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. കാരണം വഴി നടക്കുവാനും തുണിയെടുക്കുവാനും പേരിടാനും പെരകെട്ടുവാനും സ്വാതന്ത്ര്യമില്ലാത്ത ഇവിടുത്തെ 80% വരുന്ന ജനതയ്ക്ക് ഡൽഹി ആര് ഭരിച്ചു കഴിഞ്ഞാലും അവിടെ ഏത് കൊടി പറന്നു കഴിഞ്ഞാലും പ്രയോജനമില്ല എന്നുള്ള സത്യമായിട്ടുള്ള ആ ഒരു ദർശനം അദ്ദേഹം കാക്കനാട കോൺഗ്രസിൽ വെച്ച് മഹാത്മാഗാന്ധിയോട് അവതരിപ്പിക്കുകയും അങ്ങനെ ഒരു തത്വദർശനം അവതരിപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവാണെന്ന് നമുക്കറിയാം. ഏതാണെങ്കിലും ടി.കെ. മാധവനെ പോലുള്ള മഹാരഥന്മാരെ ഓരോരോ കള്ളികളിലോട്ട് ഒതുക്കിക്കൊണ്ടുവന്ന് നമ്മൾ ചെറുതായി കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ജീവത്യാഗം. അദ്ദേഹം വെറും 45 വയസ്സ് മാത്രം, 4.5 പതിറ്റാണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ സേവനം കിട്ടിയത്. 4000 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ ടി.കെ. മാധവൻ ഇവിടുത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ മനുഷ്യരുടെയും മനസ്സിൽ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
ഏതാണെങ്കിലും കോട്ടയം SNDP യൂണിയൻ സമുചിതമായിട്ട് TK മാധവന്റെ സ്മൃതി ദിനം ആചരിക്കുന്നുണ്ട്. ആ സ്മൃതി ദിനം ആചരിക്കുന്ന വേളയിൽ അദ്ദേഹം SNDP യോഗത്തോട് കാണിച്ചിട്ടുള്ള ആദ്യത്തെ സംഘടനാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കുട്ടനാടായിരുന്നു. ആ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെയും ഏറ്റവും മതസ്ഥരായിട്ടുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിടുവാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനം തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് SNDP യോഗത്തിന്റെ ആദ്യത്തെ സംഘടനാ സെക്രട്ടറിയും ഇവിടെ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിന് നെടുനായകത്വം വഹിച്ച TK മാധവന്റെ ആ ഉജ്ജ്വലമായ സ്മരണകൾക്ക് മുമ്പിൽ കോട്ടയം SNDP യൂണിയന്റെ സ്മൃതി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.